ബിജോയ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കറന്റ് അഫയേഴ്സ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ്, ബംഗ്ലാദേശ് ആർമി അറ്റ് ഓഡ്സ് വിത്ത് ഗവൺമെന്റ് ഓൺ മ്യാൻമർ കോറിഡോർ എന്നൊരു ന്യൂസ് ആണ്. ബംഗ്ലാദേശിൽ ഒരു പട്ടാള അട്ടിമറി നടക്കാനുള്ള സകല സാധ്യതയുണ്ട്, ഒരു മിലിറ്ററി കൂപ്പ് നടക്കാനുള്ള. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ന്യൂസുകൾ അങ്ങനെ വരണം. അങ്ങനെ കൺഫേം ചെയ്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് പല പത്രങ്ങളും അങ്ങനെ റിപ്പോർട്ട് ചെയ്യാത്തതെന്നാണ് തോന്നുന്നത്. കാര്യം അവിടുത്തെ ആർമി ചീഫ്, പുള്ളിയുടെ പേരൊന്നും ഇപ്പൊ പഠിക്കണ്ട, ആർമി ചീഫ് ഓൾറെഡി ഷെയ്ഖ് ഹസീന അവിടുന്ന് പുറത്താക്കപ്പെട്ട പ്രൈം മിനിസ്റ്ററുടെ ബന്ധുവാണ്. അദ്ദേഹമാണെന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു സേഫ് പാസേജ് ടു ഇന്ത്യ ഒരുക്കി കൊടുത്തെന്നുള്ള കാര്യം തന്നെ ഉറപ്പാണ്. അല്ലെങ്കിൽ അന്ന് ഷെയ്ഖ് ഹസീന അവർ അവിടെ തന്നെ പിടിച്ച് ജയിലിൽ ഇട്ടരായിരുന്നു. വേണമെങ്കിൽ കില്ലുകയും ചെയ്യും. ഷെയ്ഖ് ഹസീനയുടെ ഫാദർ മുജീബുർ റഹ്മാൻ, അദ്ദേഹമാണല്ലോ ഫാദർ ഓഫ് ദ നേഷൻ. ബംഗ്ലാദേശിന്റെ ഫാദർ ഓഫ് ദ നേഷൻ മുജീബുർ റഹ്മാൻ ഷെയ്ഖ് ഹസീനയുടെ ഫാദറാണ്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ കില്ല് ചെയ്യാണ് ചെയ്തത് അവിടെ ബംഗ്ലാദേശിൽ. അതുപോലെ ഒരു ഫെയ്റ്റ് ഇവർക്ക് ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ടാകാതെ പോയത് ഈ പട്ടാള മേധാവി അവർക്ക് കുറച്ച് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തോണ്ടാണ്. ഇപ്പോ ബംഗ്ലാദേശിലെ ഇന്റരിം ഗവൺമെന്റ് നയിക്കുന്ന മുഹമ്മദ് യൂനിസ് ആണ്, നമുക്കറിയാം, ഇന്റരിം ഗവൺമെന്റിന്റെ ലീഡർ. അവിടെ എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്തണമെന്ന് ആർമി പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി മുഹമ്മദ് യൂനിസിന് നേതൃത്വമുള്ള ഇന്റരിം ഗവൺമെന്റ് അവിടെ വരുന്നത്, ഒരു ട്രാൻസിഷൻ നേതൃത്വം കൊടുക്കാൻ വേണ്ടി. പക്ഷേ പുള്ളി ഇതൊരിക്കലും ഇലക്ഷൻ നടത്തുന്നില്ല. ഈ വർഷം തന്നെ ഇലക്ഷൻ നടത്തണമെന്ന് പറയുന്നെങ്കിൽ അടുത്ത വർഷം പകുതിയോടെ നടത്താമെന്നാണ് മുഹമ്മദ് യൂനിസ് പറയുന്നത്. രണ്ടാമതായിട്ട് മുഹമ്മദ് യൂനിസിന്റെ ഗവൺമെന്റ് പല നടപടികളും പട്ടാളത്തിന് അവിടെ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ മ്യാൻമറില് രഖീനെ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. രഖീനെ, അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അത് എഴുതിയെടുത്ത് പഠിച്ചില്ല, എഴുതിയെടുത്ത് പഠിക്കുന്നത് നല്ലതാണ്. രഖീനെ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റില് അവിടെ വലിയ കലാപം നടക്കുകയാണ്. അവിടെ അരാക്കൻ ആർമി എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ആർമിയൊക്കെ ഉണ്ട്. ഈ അരാക്കൻ ആർമി അവിടുത്തെ പട്ടാളത്തിനെതിരെ, അവിടെ പട്ടാളമാണ് ഭരിക്കുന്നത്, മ്യാൻമർ ഭരിക്കുന്ന പട്ടാളമാണ്. അപ്പൊ മ്യാൻമറിലെ പട്ടാള ഭരണകൂടത്തിനെതിരെ വലിയ ഒരു കലാപം നടത്തിക്കൊണ്ട് ഈ സംഭവമാണ് അരാക്കൻ ആർമി എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു മിലിഷ്യ ഗ്രൂപ്പ്. രഖീൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് അവർ മെയിൻലി ഈ കലാപങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടേക്ക് ബംഗ്ലാദേശിന്റെ ബോർഡറിലാണ്. ബംഗ്ലാദേശിൽ നിന്ന് എയ്ഡ് കൊടുക്കാൻ വേണ്ടി ഒരു കോറിഡോർ ഉണ്ടാക്കാനൊക്കെ ഈ മുഹമ്മദ് യൂനിസ് തീരുമാനിച്ചു. അതിനെ പട്ടാളം വളരെ ശക്തമായിട്ട് തന്നെ ഓപ്പൺ ആയിട്ട് എതിർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ശക്തമായിട്ട് എതിർത്ത് പുറത്ത് വരുമ്പോൾ തന്നെ എന്റെ അർത്ഥം അവിടെ സിവിലിയൻ ഗവൺമെന്റും പട്ടാളവും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടെന്നാണ്. അപ്പോ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യ പുഷിംഗ് ബാക്ക് ഇല്ലീഗൽ ഇമിഗ്രൻസ് ടു ബംഗ്ലാദേശ് എന്നൊരു ന്യൂസ് കാണാം. അതെപ്പോഴും വരുന്നതാണ്. ഇന്ത്യയിൽ ഒരുപാട് ഇല്ലീഗലി ഇന്ത്യയിൽ താമസിക്കുന്ന ബംഗ്ലാദേശികളുണ്ട്. ഈ കേരളത്തിൽ ഒരുപക്ഷെ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടെങ്കിൽ തിരുവനന്തപുരത്തും കാണും. കാരണം നമ്മൾ ഈ ബംഗാളികൾ എന്ന് പറയുന്ന പല ആൾക്കാരും ബംഗ്ലാദേശികളാണ് ഇന്ത്യയിൽ ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള. അപ്പൊ അവരെ തിരിച്ച് ഒരുപാട് പേര് അങ്ങോട്ട് അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിർത്തി കടത്തി വിടുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. അവിടെ മറ്റൊന്നും പറയാനില്ല. ഇനി താഴോട്ട് വരുമ്പോൾ കോൺഗ്രസ് ടുക്ക് ആൻ അൺട്രൂത്ത്ഫുൾ പൊസിഷൻ ഓൺ മൈ സ്റ്റേറ്റ്മെന്റ് സേസ് ജയശങ്കർ എന്നൊരു ന്യൂസ് കാണാം. ഇത് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് ജയശങ്കർ പാകിസ്ഥാന് വിവരം ചോർത്തി കൊടുത്തെന്നൊക്കെ കോൺഗ്രസിന്റെ ആരോപണം ഉണ്ടായിരുന്നു. ഒരിക്കലും അത് ശരിയായിട്ടുള്ള, ജയശങ്കർ അത്ര വിവരമില്ലാത്ത ആളല്ല. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സിൽ ഒരാളാണ് ജയശങ്കർ. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: ഓപ്പറേഷന്റെ തുടക്കത്തിൽ പാകിസ്ഥാന് ഞങ്ങൾ വിവരം നൽകിയിരുന്നു. അത് കൊടുത്തത് DGM ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ, അല്ല ജയശങ്കർ അല്ല വിളിച്ചു പറഞ്ഞത്. ഓപ്പറേഷന്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ, ഓപ്പറേഷന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞാല്, ഞാനിപ്പോ ഇവിടെ കൊല്ലത്തേക്ക് എന്റെ കാറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വേണമെങ്കിൽ പറയാം, സ്റ്റാർട്ടിങ് എന്നും പറയാം. അപ്പൊ സ്റ്റാർട്ടിങ് മൈ ജേണി എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പം അതിന്റെ അല്ലെങ്കിൽ ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് മൈ ജേണി എന്നല്ലല്ലോ പറഞ്ഞത്. ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ആദ്യം കുറച്ച് ഇത് വേണ്ടേ. അപ്പൊ ഒരു രാജ്യത്തിന്റെ വേറൊരു രാജ്യത്തിന്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഒരു രാജ്യം പിന്നീട് ഈ പറഞ്ഞ അറ്റാക്ക് നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തന്നെ ആയിരുന്നു. അത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. രാഷ്ട്രീയമാണ് ഇതിന്റെ ബാക്കിൽ കളിക്കുന്നത്. എന്തായാലും പുള്ളി പറഞ്ഞ എങ്ങനെയായിരുന്നു, സ്റ്റാർട്ടിങ് ഓഫ് ഈ പറഞ്ഞ മിലിറ്ററി ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ DGMO പാകിസ്ഥാൻ DGMO ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അല്ലാതെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും വിവരങ്ങൾ, ഇത് ആരാണ് ഇവിടെ നിന്ന് വിളിച്ചത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ടെക്നോളജി ലോകത്തുണ്ടല്ലോ. അപ്പൊ അത് ചുമ്മാ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയവാദമാണ്. അത് പോട്ടെ, നമുക്കത് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. പക്ഷേ ഒരുപാട് ടെലിവിഷൻ ഡിബേറ്റ്സ് ഒക്കെ ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം സെറ്റ് ടു ഗീവ് ഷാർപ്പർ റെയിൻ അലർട്ട്സ് എന്നൊരു ന്യൂസ് കാണാം. ഇന്നലെ ഞാൻ നിങ്ങളുടെ പറഞ്ഞതാണ്, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം IMD, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തേക്കല്ല, അഡോപ്റ്റ് ചെയ്താണ്. ഡെവലപ്പ് ചെയ്ത വേറെ ആൾക്കാർ, അത് ഞാൻ പറഞ്ഞുതരാം. ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്നാണ് എന്റെ പേര്, ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം. പഞ്ചായത്ത് ലെവലിൽ വരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വെതർ ചേഞ്ചസ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാലം അത് പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ 12 കിലോമീറ്റർ ആയിട്ടുള്ള ഓരോരോ സ്ക്വയേഴ്സ് ആയിട്ട് നമ്മളുടെ സ്പേസിന്
നമ്മളുടെ മൊത്തം ഏരിയയെ പിന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് വെതർ പ്രഡിക്ഷൻ നടത്തിയത്. അതിപ്പോൾ 6 കിലോമീറ്റർ സ്ക്വയറുകളായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പം ഓരോ പഞ്ചായത്തിൽ നടക്കുന്ന വെതർ ചേഞ്ച് പോലും ഇതുവഴി കണ്ടുപിടിക്കാൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന പറയുന്ന ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്നാണ് പേര്. ഡെവലപ്പ് ചെയ്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജിയാണ്. അത് ഇന്നലെയും പറഞ്ഞു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി എവിടെയാണ്? പൂനെയിൽ. അപ്പോൾ അതാണ് അവരാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഇന്നലെ തൊട്ട് നിലവിൽ വന്നു. അപ്പൊ അത് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയുടെ IMD, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ എന്നുള്ള പേരാണ് മൃത്യുഞ്ജയ് മൊഹബത്ര. ഹി ഈസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് IMD. പിന്നെ നെക്സ്റ്റ് പേജ് ഇപ്പോൾ സ്റ്റേറ്റ്സ് പേജ് ആണ്. സ്റ്റേറ്റ്സ് പേജിൽ ഈ പേജിൽ വലുതായിട്ടൊന്നും പറയാനില്ല. ബീഹാറിൽ ഇലക്ഷൻ വരാൻ പോയാണ്. ബീഹാറാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കാൻ പോണ സ്റ്റേറ്റ് ഈ വർഷം. അടുത്ത വർഷം ഒരുപാട് സ്റ്റേറ്റിലുണ്ട്. കേരളം, ആസാം, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, അങ്ങനെ 4-5 വലിയ സ്റ്റേറ്റുകളിലുണ്ട്. പിന്നെ ഇല്ല, ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല ഇവിടുത്തെ ഈ സ്റ്റേറ്റ്സ് പേജ്, ഈ സ്റ്റേറ്റ് പേജിൽ. അടുത്ത പേജിൽ പോകുമ്പോൾ അവിടെയും ഒന്നും ആവശ്യമുള്ള ന്യൂസ്. പുരി ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. പുരി ടെമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട ടെമ്പിളാണ്. ഒഡീഷയിലാണ്. വേറൊന്നും അവിടെ പറയാനില്ല. ഇനി എഡിറ്റോറിയൽ പേജ്, ഇന്നത്തെ എഡിറ്റോറിയൽസ് നോക്കാം. ഫസ്റ്റ് എഡിറ്റോറിയൽ ഗ്രേറ്റർ ഷെയർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാല്, ഈ നിതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ഇപ്പോൾ നടന്നു. നിതി ആയോഗിന്റെ 10th ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ്. നിതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കും, നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ പങ്കെടുക്കും, നിതി ആയോഗിന്റെ CEO പങ്കെടുക്കും, പിന്നെ സ്റ്റേറ്റ് ലെവൽ എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും പങ്കെടുക്കും. അപ്പൊ ഈ ഓൾമോസ്റ്റ് എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും നിതി ആയോഗിന്റെ 10th ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് പങ്കെടുത്തായിരുന്നു. സ്റ്റാലിനും ചന്ദ്രബാബു നായിഡു ഒക്കെ പങ്കെടുത്ത്. കേരളത്തിൽ നിന്ന് ബാലഗോപാല പങ്കെടുത്ത. കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ അന്ന് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട്. അപ്പൊ ഈ നിതി ആയോഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ റീപ്ലേസ്മെന്റ് ആണ് നിതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷൻ വാസ് കൺസെപ്ച്വലൈസ്ഡ് ബൈ ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റു, ആൻഡ് that was dismantled in 2014 when Narendra Modi became the Prime Minister of India, and he started Niti Aayog. What is the expansion of Niti? National Institution for Transforming India. Niti Aayog has a chairman. The chairman of Niti Aayog will be Prime Minister of India always. So Narendra Modi is the current chairman of Niti Aayog since he is the Prime Minister of India. And the vice chairman of Niti Aayog will be an economist. Now Niti Aayog vice chairman is Suman Berry. Yesterday I spelled out that name. And you know that. അതുകൊണ്ട് ഞാൻ അത് വീണ്ടും എഴുതാനൊന്നും പോകുന്നില്ല. സുമൻ ബെറി is the vice chairman of Niti Aayog. Suman Berry. Then BVR Subramaniam. That name also I have written down here on this board yesterday. BVR Subramaniam is the CEO, Chief Executive Officer of Niti Aayog. പിന്നെ പെർമനന്റ് മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വേറെ ചില ആൾക്കാർ. അപ്പൊ എന്തായാലും ആ നിതി ആയോഗിന്റെ മീറ്റിംഗ് അവിടെ നടന്നപ്പോൾ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചില സജഷൻസ് ഒക്കെ വന്നു. അതിനെ കുറിച്ച് ആ എഡിറ്റോറിയൽ പറയുന്നത്. ആൻഡ് നിതി ആയോഗ് മീറ്റിംഗ് ഈസ് നോട്ട് ഹാപ്പനിങ് റെഗുലർലി. ദാറ്റ്സ് വൈ the state chief ministers are not getting enough space to air their grievances, their opinions, etc. And another body is also there. ഇതൊരു ഫെഡറൽ സിസ്റ്റം ആണ് ഈ നിതി ആയോഗ്. ഫെഡറൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും സെന്ററിനും ഒക്കെ ഏതാണ്ട് ഈക്വൽ പാർട്ണർഷിപ്പ് ഉള്ള സിസ്റ്റത്തിനാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നിതി ആയോഗ് ഈസ് എ ഫെഡറൽ ബോഡി, ഫെഡറൽ സെറ്റപ്പ് ആണത്. അതുപോലെ തന്നെ GST കൗൺസിൽ, അനദർ ഫെഡറൽ body in India, GST Council. GST Council is the responsible body to take policy decisions regarding the implementation of GST in India. GST is the Unified Indirect Tax System in India, Goods and Service Tax. That was started in the year of 2017, July 1st, and that's why July 1st is also known as GST Day. July 1st is being celebrated in India every year as GST Day. So GST Council, the governing body of the GST, Goods and Service Tax in India, that is also a federal kind of setup, and its chairperson is Nirmala Sitharaman, the finance minister of India. അതിലെ മെമ്പേഴ്സ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ GST കൗൺസിൽ മീറ്റിംഗ് റെഗുലർ ആയിട്ട് നടക്കാറില്ല. ക്വാർട്ടർലി നടക്കണമെന്നാണ്, 3 മാസം കൂടുമ്പോൾ നടക്കണമെന്നാണ്. അതുപോലെ അങ്ങനെ നടക്കാറില്ല.
അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ സ്റ്റേറ്റുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ ഉള്ള ഒരു കുറഞ്ഞ സമയത്തിനുള്ള അവരുടെ അഭിപ്രായം പറയാനേ പറ്റുള്ളൂ. നാഷണൽ ലെവലിൽ അവർക്കുള്ള ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്തരം മീറ്റിംഗുകൾ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചന്ദ്രബാബു നായിഡു, ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ, നമ്മളെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ടീം ഇന്ത്യ ആയിട്ട് ഒരുമിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആ മീറ്റിംഗിൽ പറഞ്ഞത്. പക്ഷെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിലെ കുറെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ആ ടീം ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. India's aim is to become a developed nation by the year of 2047. To achieve that, India should act as a team India എന്നാണ് മോദി ഇന്നലെ പറഞ്ഞത്. അപ്പൊ എന്തായാലും ചന്ദ്രബാബു നായിഡു ഈ ഡെവലപ്മെന്റ് ആസ്പെക്ടിൽ ഒരു സജഷൻ വെച്ചു. ഒറ്റ ഇതായിട്ട് സ്റ്റേറ്റുകളെ കാണാതെ സബ് ഗ്രൂപ്പുകൾ സ്റ്റേറ്റുകളുടെ ഉണ്ടാക്കണം. ആ സബ് ഗ്രൂപ്പുകൾ ഓരോരോ ടാർഗറ്റ് വെച്ചിട്ട് ഓരോ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം എന്നൊരു ചന്ദ്രബാബു നായിഡു ഒരു സജഷൻ വന്നു. ദാറ്റ് ഈസ് എ വെരി ഗുഡ് സജഷൻ ഓൾസോ. പക്ഷേ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള സജഷൻ വന്നത് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ എം കെ സ്റ്റാലിന്റെ അടുത്ത് നിന്നാണ് ഹിന്ദു പറയുന്നത്. അതിൽ പറയുന്ന വെച്ചാല് ഈ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ് ഉണ്ട്. ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ് സ്റ്റേറ്റുകൾക്ക് ഡിവൈഡ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ടാക്സ്, അതാണ് ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ്. അതിന് 41% ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റുകൾ കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷേ അത് 50% ഇൻക്രീസ് ചെയ്യണം എന്നാണ് എല്ലാ സ്റ്റേറ്റുകൾക്കും വേണ്ടി നമ്മളുടെ എം കെ സ്റ്റാലിൻ വച്ച ഒരു സജഷൻ. അപ്പൊ അതിന് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോ സ്റ്റേറ്റുകളുടെ ടാക്സിലുള്ള വളർച്ച 2017-18 നോക്കുമ്പോഴത്തേക്ക് 2024-25 ആയപ്പോഴത്തേക്ക് 6.6% ഗ്രോത്ത് ആയിരുന്നു. 7.2% ആയിട്ട് മാത്രമേ കൂടിയിട്ടുള്ളൂ. ഒരു ചെറിയ ഗ്രോത്ത് മാത്രമേ സ്റ്റേറ്റുകളുടെ ടാക്സ് റവന്യൂവിൽ ഉണ്ടായിട്ടുള്ളൂ. ഇനി GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പല സ്റ്റേറ്റുകൾക്കും GST നിലവിൽ വരുന്നതിന് മുമ്പുള്ളതിനേക്കാളും വലിയ ഗ്രോത്ത് ഒന്നും GST റവന്യൂവിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നാണ് ഹിന്ദു പറയുന്നത്. പക്ഷേ ചില സ്റ്റേറ്റുക്ക് വലിയ ഗ്രോത്ത് ഉണ്ടായി GST റവന്യൂവിൽ. ഇപ്പൊ കേരളത്തിലൊക്കെ അത്യാവശ്യം റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് GSTയിൽ. അപ്പൊ എന്തായാലും ഈ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ് എന്നുള്ള സ്റ്റേറ്റ് ഷെയർ ഷുഡ് ബി എൻഹാൻസ് ടു 50% ഫ്രം ദ കറന്റ് ലെവൽ ഓഫ് 41%. ദാറ്റ് ഈസ് എ സജഷൻ. That is a request made by the Chief Minister of Tamil Nadu, M.K. Stalin. That is a very laudable decision, and central government should take care to hear this suggestion from listen to this suggestion from the Chief Minister of Tamil Nadu. അതുപോലെ അത് എൻഹാൻസ് ചെയ്ത് 50% ആക്കണമെന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. അത്രയേ ഉള്ളൂ ഈ എഡിറ്റോറിയൽ. സിമ്പിൾ ആണ്. സിമ്പിൾ അല്ല, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വായിക്കുക. ഇനി ടെസ്റ്റിംഗ് ടൈപ്സ്. ദിസ് ഈസ് എ വെരി സിമ്പിൾ എഡിറ്റോറിയൽ. നമ്മൾ എല്ലാ ദിവസവും എഡിറ്റോറിയൽസ് വായിക്കണം എന്നുള്ളത് കൊണ്ട് ഇത് വായിക്കണം. ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗില്ലിനെ അപ്പോയിന്റ് ചെയ്തായിരുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. അജിത് അഗാർക്കർ എന്ന് പറയുന്ന പഴയ ഇന്ത്യൻ ക്രിക്കറ്ററുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ഈ തീരുമാനം എടുത്തത്. അപ്പൊ ആ ടീമിലേക്ക് കാലങ്ങൾക്ക് ശേഷം കരുൺ നായറിനെ പോലുള്ള ചില പ്ലേയേഴ്സ്, കരുൺ നായർ ഒരു മലയാളിയാണ്, അദ്ദേഹം മറുനാടൻ മലയാളിയാണ്, മറ്റൊരു സ്റ്റേറ്റിൽ ജനിച്ചു വളർന്ന ഒരു മലയാളിയാണ്. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്ന ഒരു ന്യൂസും കൂടെയാണ്. അപ്പൊ ഇന്ത്യയിലെ ക്രിക്കറ്റ് ടീമിലെ പ്ലേയേഴ്സിന്റെ കൂട്ടത്തിൽ ഒരു യങ് ബ്ലഡ് ആണ്. എല്ലാ ഫോർമാറ്റിലും എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയറുമാണ് ശുഭ്മാൻ ഗിൽ. 25 മാത്രമേ ഏജ് ഉള്ളൂ. ടെസ്റ്റില് അദ്ദേഹത്തിന്റെ പൊസിഷൻ അദ്ദേഹം സിമെന്റ് ചെയ്ത് കഴിഞ്ഞു. വൺ ഡേയിൽ ഇന്ത്യയുടെ കീ പ്ലെയർ ആണ്. T20 അദ്ദേഹം ഇപ്പോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ക്യാപ്റ്റൻസി നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത് നമ്മളിപ്പോ IPL കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ശുഭ്മാൻ ഗിൽ പഞ്ചാബിന്റെ പ്ലെയർ ആണ്, പഞ്ചാബുകാരനാണ്. അപ്പൊ ഈ ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളർ നമ്മളുടെ കൂടെ ഉണ്ട്. ഇപ്പോ ഇന്ത്യൻ ടീമിന്റെ സ്പിയർ ഹെഡ് ആണ് ജസ്പ്രീത് ബുംറ. അതുപോലെ KL രാഹുൽ ഉണ്ട്. ഇവർ രണ്ടുപേരും 30 ക്രോസ് ചെയ്തവരാ. അപ്പൊ അവർക്ക് ഇനി എത്രത്തോളം വർഷം ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഉറപ്പില്ല. രണ്ടാമത്തെ കാര്യം, ജസ്പ്രീത് ബുംറയ്ക്ക് എപ്പോഴും ഇഞ്ചുറി ഒക്കെ ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് കൊടുക്കാറുണ്ട്. കാര്യം അദ്ദേഹം ഒരു മികച്ച ഇന്ത്യയുടെ പേസ് ബോളർ ആയതുകൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സർവീസ് എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഇവരെക്കാൾ യങ്ങർ ആയിട്ടുള്ള കൂടുതൽ ഇപ്പം എന്താ പറയുന്നത് എല്ലാ ഫോർമാറ്റിലും കളിക്കുന്ന പ്ലെയർ ആയിട്ടുള്ള ശുഭ്മാൻ ഗില്ലിലേക്ക് ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റി പോവുകയായിരുന്നാണ് പറയുന്നത്. പക്ഷെ ശുഭ്മാൻ ഗില്ലിന് ഭയങ്കരമായിട്ടുള്ള ചില ചലഞ്ചസ് ഉണ്ട്. എസ്പെഷ്യലി ഇന്ത്യയുടെ ടോളസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഓഫ് ദ കണ്ടംപററി എറ, അല്ലെങ്കിൽ കണ്ടംപററി പീരീഡിലെ ഏറ്റവും ടോളസ്റ്റ് ക്രിക്കറ്റേഴ്സ് ആയിട്ടുള്ള വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഇവർ രണ്ടുപേരും ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ആയി. ഓൾറെഡി
ആർ അശ്വിൻ, ഇവർ മൂന്നുമായിരുന്നു ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ വിജയങ്ങളുടെ പ്രധാന പങ്ക് വഹിച്ചിരുന്നത്. പിന്നെ പ്രധാന പങ്ക് വഹിച്ചത് രവീന്ദ്ര ജഡേജ, അദ്ദേഹം ഉടനെ റിട്ടയർ, അദ്ദേഹത്തിന് 36 വയസ്സുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഷൂസിലേക്ക് പെർഫെക്റ്റ് പ്ലേയേഴ്സിനെ കൊണ്ടുവരിക. പിന്നെ അതേ ഈ സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സുമായിട്ട് ഡീൽ ചെയ്ത് അദ്ദേഹത്തിനെക്കാളും സീനിയർ പ്ലേയേഴ്സ്, ശുഭമാൻ ഗില്ലിനെക്കാളും സീനിയർ പ്ലേയേഴ്സ് ഇന്ത്യൻ ടീമിലുണ്ട്. പക്ഷെ അത് MS ധോണിക്ക് മുമ്പ് അങ്ങനെ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറിനെയും ഗാംഗുലിയൊക്കെ. അപ്പൊ അത് ഒരു മാതൃകയാണ്. അപ്പൊ എന്തായാലും ഇന്ത്യൻ ടീമിനെ നന്നായിട്ട് നയിക്കാൻ ശുഭമാൻ ഗില്ലിന് പറ്റുമെന്നും അതൊരു ബെറ്റർ സെലക്ഷൻ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഗില്ലിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ റൺസ് എത്ര എടുത്തു, അദ്ദേഹത്തിന്റെ ആവറേജ്, അതെല്ലാം അവിടെ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഫസ്റ്റ് അസൈൻമെന്റ് തന്നെ അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. ഇംഗ്ലണ്ടിലാണ് കളിക്കേണ്ടത്. ഇംഗ്ലണ്ടിൽ ഒരു 5 ടെസ്റ്റുകളുടെ പരമ്പരയാണ് കളിക്കുന്നത്. ഇംഗ്ലണ്ട് ഈസ് എ വെരി വെരി ഗുഡ് ക്രിക്കറ്റ് ടീം, എസ്പെഷ്യലി ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ്. സോ ടു ഡിഫീറ്റ് ഇംഗ്ലണ്ട് ഇൻ ദെയർ ഓൺ സോയിൽ ഇറ്റ് ഈസ് എ ടാസ്ക്. അത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് പ്ലേയേഴ്സിന്റെ ആബ്സെൻസിൽ. അപ്പൊ അതാണ് ശുഭമാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി മെറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു അതാണ് ഇംഗ്ലണ്ട് ടൂർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കരുൺ നായരൊക്കെ ഇപ്പൊ അത്യാവശ്യം കൗണ്ടി ക്രിക്കറ്റിലൊക്കെ അവിടെ കളിച്ചിട്ടുള്ളതാണ്. അതൊക്കെ അദ്ദേഹത്തിന് പോലുള്ള നല്ല പ്ലേയേഴ്സിന് ചിലപ്പം മുതൽക്കൂട്ടാവും എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇനി ഇന്നത്തെ എഡിറ്റോറിയൽസിന്റെ പേജിലുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾ ഉറപ്പായിട്ട് വായിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് ആൻ ഓപ്പറേഷൻ ദാറ്റ് വാസ് ഓൾസോ അബൌട്ട് എ സെൽഫ് റിലയന്റ് ഇന്ത്യ എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ആത്മനിർഭർ ഭാരത് എന്നുള്ളതാണ് സെൽഫ് റിലയന്റ് ഇന്ത്യ എന്നുള്ളതിന്റെ നമ്മൾ പറയുന്ന ഇന്ത്യൻ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് വായിക്കാൻ പറഞ്ഞ കാര്യം, ഇത് വായിച്ച എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ് ഇത് എഴുതിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ഉള്ളൊരു ആർട്ടിക്കിളാണ്. അപ്പൊ ഇത് സഞ്ജീവ് പുരി, അദ്ദേഹം ആരാണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. സഞ്ജീവ് പുരി എന്ന് പറയുന്നത് CIIയുടെ ഇപ്പോഴത്തെ ഹെഡാണ്. CI എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ബോഡിയാണ്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. അതിന്റെ ഹെഡാണ് സഞ്ജീവ് പുരി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഞ്ജീവ് പുരി ITCയുടെ ചെയർമാനാണ്. ചെയർമാനോ CEO അങ്ങനെ. ITC അറിയില്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ FMCG കമ്പനിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സിഗരറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ITC. ITCയുടെ ഹെഡാണ് സഞ്ജീവ് പുരി എന്നാണ് എന്റെ ഓർമ്മ. ഇനി ചന്ദ്രജിത്ത് ബാനർജി, അദ്ദേഹം CIAയുടെ ഡയറക്ടർ ജനറലാണ്. CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ പ്രസിഡന്റ് ആണ് സഞ്ജീവ് പുരി, ഡയറക്ടർ ജനറലാണ് ചന്ദ്രജിത്ത് ബാനർജി. ഇവർ 2 പേരും പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ആ പേരുകൾ അത്രതായിട്ട് പറഞ്ഞത്. സാധാരണ ആർട്ടിക്കിൾസ് എഴുതുന്ന ആൾക്കാരുടെ പേര് അങ്ങനെ പലതായിട്ട് പറയാറില്ല. പക്ഷെ ഇത് 2 നമുക്ക് പഠിച്ചിരിക്കേണ്ട 2 പേരുകളാണ്. കാര്യം ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാതെങ്കിലും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ പ്രസിഡന്റ് ആയിരുന്നൊക്കെ. അപ്പം ഈ നമ്മൾ 21st സെഞ്ചുറിയിൽ ഇന്ത്യ അച്ചീവ് ചെയ്ത നേട്ടങ്ങളെ കുറിച്ച് ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതായത് ഞാൻ ഇതിന്റെ അകത്ത് പറയാത്ത ഇപ്പൊ ഇന്നവേഷനിൽ ഇന്ത്യ വളരെയധികം മുന്നേറി എന്ന് ഇവരിതി പറഞ്ഞു. ഇന്നവേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ല. ഇന്നവേഷന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ റാങ്കിങ് ഉണ്ട്. അതിന്റെ പേര് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് എന്നാണ്. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ്. ഈ ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഒരു 8 to 12 ഇയേഴ്സ് ബാക്കുള്ള ഇന്ത്യൻ റാങ്കിങ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 85 ഒക്കെ ആയിരിക്കും അന്നത്തെ റാങ്കിങ് കാണുന്നത്. ഒരു 85 അല്ലെങ്കിൽ 90 ഒക്കെ ആയിരുന്നു, ആ റേഞ്ചിലായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ റാങ്ക് 39 ആണ്. 39. ഇറ്റ്സ് എ വെരി ഗുഡ് റാങ്ക്. കാര്യം എന്ന് വെച്ചാൽ ലോകത്തിലെ ആദ്യത്തെ 40 രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഉണ്ട് ഒരു 10-30 രാജ്യങ്ങൾ. പിന്നെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ഏഷ്യയിലെ ജപ്പാൻ, സൗത്ത് കൊറിയ ഒക്കെ പോലുള്ള രാജ്യങ്ങൾ, അങ്ങനെ എണ്ണം പറഞ്ഞ രാജ്യങ്ങൾ ലോകത്തിൽ 50 കാണും. ചൈന ഏഷ്യയിൽ. അപ്പൊ ആ രാജ്യങ്ങൾ കൂടുതൽ നമ്മൾ 39ാമത്തെ സ്ഥാനത്ത് എത്തുന്ന വെച്ചാൽ ഇറ്റ് ഈസ് എ വെരി വെരി ഗ്രേറ്റ് സ്ട്രൈഡ് വി മെയ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇന്നവേഷൻ. അത് ഇനി ഇമ്പ്രൂവ് ആയി പോകും. 85 ഒക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു 10 ഇയേഴ്സ് ബാക്ക്. അത് കൂടി 60, 50 ഒക്കെ വന്ന് 40 വന്നു. ഇപ്പൊ അത് 39ആയി. ലോകത്തിലെ ടോപ്പ് 25 ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നേഷൻസിൽ ഒരെണ്ണമായിട്ട് ഇന്ത്യ ഉടനെ മാറും. അതൊന്നും ഇതിൽ പറഞ്ഞതല്ല, ഞാൻ ഇന്നവേഷനെ കുറിച്ച് എങ്ങനെ ഒരു കൂടുതൽ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ എൻ്റെ റാങ്ക് എത്ര പഠിച്ചു വെച്ചേക്കണം? 39 ആണ്. അത് ഇതിലില്ല, പഠിച്ചു വെച്ചോളൂ. അപ്പൊ എന്തായാലും ഇന്ത്യയിലെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച് നീ പറഞ്ഞത് 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് മേക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ GDPയിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റില് ഇന്ത്യയുടെ സെക്കൻഡറി സെക്ടറായ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഗ്രാജുവലി 25% എത്തിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അതിപ്പോഴും 17-18% നിൽക്കുന്നേ ഉള്ളൂ. സോ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഭയങ്കര കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് പോലുള്ള സെക്ടേഴ്സിൽ ഇന്ത്യ വലിയ നേട്ടം കൈവരിച്ചു. അത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു സബ്സിഡറി പ്രോഗ്രാമായിട്ട് പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ആത്മനിർഭർ ഭാരത് സ്കീം വാസ് സ്റ്റാർട്ടഡ് ഇൻ 2020 ഡ്യൂറിംഗ് ദ ഓൺസെറ്റ് ഓഫ് കോവിഡ് ഇൻ ഇന്ത്യ. സോ അറ്റ് ദാറ്റ് ടൈം ഗവൺമെന്റ് started Atmanirbhar Bharat scheme to make India self-reliant in many sectors and to make India part of a global supply chain that is dominated by China. Global supply chain dominated ചെയ്ത് ചൈനയാണ്.
അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യയെ മാറ്റുക, ഇന്ത്യയെ ഒരു സപ്ലൈ ചെയിന്റെ ഭാഗമായിട്ട് മാറ്റുക. ഇതൊക്കെയായിരുന്നു ആത്മനിർഭർ ഭാരതിന്റെ ലക്ഷ്യം. ടു ബിക്കം സെൽഫ് റിലയന്റ് ആൻഡ് ടു ബിക്കം ഇന്ത്യ എ ഹബ് ഓഫ് ഗ്ലോബൽ മാനുഫാക്ചറിങ് ആൻഡ് ടു ബിക്കം എ പാർട്ട് ഓഫ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ. അതൊക്കെയായിരുന്നു അതിന്റെ ഭാഗം, അതിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ആത്മനിർഭർ ഭാരത് സ്കീമിന്റെ അണ്ടറിൽ നമ്മൾ PLI സ്കീം സ്റ്റാർട്ട് ചെയ്തു, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം മീൻസ് ഗവൺമെന്റ് സെലക്ടഡ് സം സെക്ടേഴ്സ് like electronic manufacturing, semiconductor manufacturing, textile sector, automobile sector, technical steel sector. So these all sectors are very strategically important sectors. So government selected those sectors under production linked incentive scheme and started giving incentives to global companies to start their production facilities in India. Take the example of semiconductor manufacturing. If a semiconductor company start their manufacturing in India, India government will give 75% of the project cost and only 25% of those companies should invest in India. അതായത് ഇപ്പോൾ 1000 കോടി വേണം, 1000 കോടി അല്ല, അതിലൊരു ത്രഷോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ആ ത്രഷോൾഡിന് മുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യണം. 75% ഗവൺമെന്റ് തന്നെ പൈസ കൊടുക്കും, ബാക്കി 20% കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ. അപ്പൊ ഇന്ത്യയിൽ അതുകൊണ്ട് എന്ത് ഗുണം? 20% അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് ടെക്നോളജി കിട്ടും, നമുക്ക് ഒരുപാട് എക്സ്പെർട്ടൈസ് അതുവഴി അറ്റൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്ലോബൽ സപ്ലൈ ചെയിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റും. നമ്മളെ ഇന്ത്യയിൽ വളരെ എന്താ പറയുക എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആ ഫീൽഡിൽ ഉണ്ടാവും. ഇതെല്ലാം എന്റെ ഗുണം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ അത് ഈ ആത്മനിർഭർ ആദ്യം മേക്ക് ഇൻ ഇന്ത്യ വരുന്നു, അത് കഴിഞ്ഞ് ആത്മനിർഭർ ഭാരത് വരുന്നു, അതിന്റെ അണ്ടറിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ടെക്നോളജീസ് ആയിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സംഭവങ്ങളിൽ ഇന്ത്യയിൽ വലിയ മിഷൻസ് ഇപ്പൊ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മിഷൻ ഉണ്ട്, അതിന്റെ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് നാഷണൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ നാഷണൽ ഈ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം പറയുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു മിഷൻ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുണ്ട്. അപ്പം അതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മിഷൻ, ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ. ഈ സെമി കണ്ടക്ടർ മിഷൻ അണ്ടറിലാണ് നമുക്ക് ഒരുപാട് സെമി കണ്ടക്ടർ കമ്പനീസ് ഒക്കെ ഇപ്പൊ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ടാറ്റ തന്നെ 27,000 crores ഒരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആണ്. അത് ഇന്ത്യയിൽ ഏറ്റവും വലുതാണ്. എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആസാമിൽ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ആസാമിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ നമ്മളെ ഇന്ത്യയിലെ നെഗ്ലക്റ്റഡ് റീജിയൻ ആയിരുന്നു ഡെവലപ്മെന്റ് കാര്യത്തിൽ. നൗ ദേ ആർ gradually entering into the mainstream of India and they are gradually becoming the hubs of development north east. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, നാഷണൽ ക്വാണ്ടം കമ്മീഷനെ കുറിച്ചും ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻസിന്റെ അച്ചീവ്മെന്റ്സ്, ചന്ദ്രയാൻ, ഗഗൻയാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. പിന്നെ ഡിഫൻസ് ഇന്ത്യയിൽ വലിയ സ്ട്രൈഡ്സ് ഉണ്ടാക്കിയ മേഖലയാണ് ഡിഫൻസ് മാനുഫാക്ചറിങ്. ഇന്ത്യ സിന്ദൂർ ഓപ്പറേഷൻ ഇറ്റ്സെൽഫ്, ഇന്ത്യ ഡിപ്പെൻഡന്റ് മെയിൻലി ഓൺ indigenously developed missiles, drone system, etc. So that gives us the confidence that India can become a defense manufacturing hub and a big exporter of defense equipments to various countries around the world. And അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മളുടെ ഇന്നത്തെ ഡിഫൻസ് എക്സ്പോർട്ട് 23,622 crore ആണ്. അത് 50,000 crore ആയിട്ട് അടുത്ത 4 വർഷം കൊണ്ട് 2029 ആകുമ്പോൾ അച്ചീവ് ചെയ്യും. അതിൽ പ്രൈവറ്റ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഏതാണ്ട് 15,233 കോടി രൂപയാണ്. പ്രൈവറ്റ് സെക്ടർ ഈസ് മേക്കിംഗ് ഇമ്മൻസ് കോൺട്രിബ്യൂഷൻ ഇൻ ഇന്ത്യസ് ഡിഫൻസ് എക്സ്പോർട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അമേരിക്കയായിട്ട് ചേർന്ന് ഇന്ത്യ ചെയ്യുന്ന കാര്യങ്ങൾ, ട്രസ്റ്റ് എന്ന് പറയുന്നൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രസ്റ്റിന്റെ എക്സ്പാൻഷൻ, ട്രാൻസ്ഫോമിംഗ് ദ റിലേഷൻഷിപ്പ് യൂട്ടിലൈസിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജി. അതാണ് ഇന്ത്യക്ക് യുഎസിനോടുള്ള ചിലപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിക്കാം, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ്, അല്ലെങ്കിൽ ഈ ട്രസ്റ്റ് എഗ്രിമെന്റ് ഈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി? US ആണ്. അതിലെ ട്രസ്റ്റിന്റെ എക്സ്പാൻഷൻ എന്നിട്ട് അതിൽ ഏതെങ്കിലും ലെറ്ററിന്റെ ഏതിനെ റെപ്രസെന്റ് ചെയ്തൊക്കെ ചോദിക്കും. ട്രസ്റ്റിന്റെ എക്സ്പാൻഷൻ, ട്രാൻസ്ഫോമിംഗ് ദ റിലേഷൻഷിപ്പ് യൂട്ടിലൈസിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജി. അപ്പൊ ഞാൻ ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ഔട്ട്ലുക്ക്. ഇത് നിങ്ങൾക്ക് വായിച്ച് സിംപ്ലി മനസ്സിലാവും. പിന്നെ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഫോക്കസ് ഓൺ ഹീറ്റ് റെസിലിയൻസ് ഡെസ്പൈറ്റ് ദ മൺസൂൺ എന്നുള്ള സംഭവം അല്ല. അത് നിങ്ങൾ വായിച്ചോളൂ, അത് നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കുക. അതിന്റെ അടുത്തൊരു ഇതുണ്ട്, മാനേജ് അനീമിയ ബിഫോർ പ്രഗ്നൻസി എന്ന് പറയുന്ന സംഗതിയാണ്. അത് സിമ്പിൾ ആണ്. നമുക്കറിയാം ഇന്ത്യയിലെ 57% സ്ത്രീകൾ അനീമിക് എന്നാ പറയുന്നത്. ഇന്ത്യയിലെ 57% സ്ത്രീകൾ
അനീമിക് എന്താണ്? മെയിൻലി അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് അനീമിയ ഉണ്ടാവുന്നത്. അപ്പോ ഈ വിമനാണ് പിന്നീട് പ്രഗ്നന്റ് ആവുന്നതും അവര് ചൈൽഡ് ജന്മം കൊടുക്കുന്നതും ഒക്കെ. അപ്പോ ഈ വിമൻ അവരുടെ പ്രഗ്നൻസി ടൈമിലും ഈ അനീമിക് ആയിട്ടിരിക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിന് അത് ബാധിക്കുന്നു. അത് മെറ്റേണൽ മോർട്ടാലിറ്റി ഇന്ത്യയിൽ കൂട്ടുന്നു. ഇവരുടെ ആ അനീമിക് ആയിട്ടുള്ള അമ്മ പ്രസവിക്കുന്ന ബേബി, ആ കുട്ടിയും പലപ്പോഴും പല ബർത്ത് റിലേറ്റഡ് പ്രോബ്ലംസും കൊണ്ടായിരിക്കും ജനിക്കുന്നത്. അപ്പോൾ ഈ അനീമിയ എന്ന് പറയുന്ന സംഭവം പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ സ്ത്രീകളിൽ അപ്പൊ പലപ്പോഴും പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഫോളിക് ആസിഡ് പോലുള്ള സംഭവങ്ങൾ ഇവർക്ക് കൊടുത്തുകൊണ്ട് അതിനെ നേരിടാനാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഹെൽത്ത് സിസ്റ്റം ശ്രമിക്കുന്നത്. പക്ഷെ അതിന്റെ കുഴപ്പം പറഞ്ഞേക്കുന്ന വെച്ചാൽ ഈ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് തന്നെ പലപ്പോഴും ഈ പല സ്ത്രീകളിലും അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് കൊടുക്കുമ്പോൾ പല സ്ത്രീകളിലും നോസിയ, ലൂസ് മോഷൻ, കോൺസ്റ്റിപ്പേഷൻ, പുവർ അബ്സോർപ്ഷൻ അങ്ങനെയൊക്കെയുള്ള പല പ്രോബ്ലംസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് ഈ പ്രഗ്നൻസി ടൈമിൽ ഈ ഫോളിക് ആസിഡ് കൊടുത്തത് കൊണ്ട് ഈ അനീമിയ പലപ്പോഴും റെഡ്യൂസ് ചെയ്യാൻ പറ്റാറില്ലെന്ന് പറയുന്നത്. അപ്പോ ഇതിന് യഥാർത്ഥത്തിൽ അവർ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പേ തന്നെ ഉള്ള ഈ അനീമിയ എന്ന് പറയുന്ന സംഭവത്തിന്റെ അവരിലുള്ള അനീമിയ എന്ന് പറയുന്ന സംഭവത്തിന്റെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ഹെൽത്ത് സിസ്റ്റം മാറണം. അതിന് അവര് ഇതിൽ പറഞ്ഞേക്കുന്ന ഇതൊരു ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം IVFCM എന്ന് പറയുന്ന ഒരു സംഭവം. അത് ബ്ലഡിലേക്ക് ഡയറക്ട്ലി ഈ അയണൊക്കെ ഡെലിവറി ചെയ്യുന്ന ഒരു സംഭവമാണ്, ബ്ലഡ് സ്ട്രീമിലേക്ക്. അത് ചെയ്യാവുന്ന കാര്യമാണ്. അത് അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം അല്ലെന്നാ പറയുന്നത്. അത് പെട്ടെന്ന് തന്നെ അവരുടെ ഹീമോഗ്ലോബിൻ ലെവലൊക്കെ കറക്റ്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്ത് അയൺ ഒക്കെ ലെവലൊക്കെ ഇംപ്രൂവ് ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് IVFCM. അതുപോലെ ഈ വൈറ്റമിൻ B12 അത് പല ആൾക്കാരിലും ഡെഫിഷ്യൻസി വൈറ്റമിൻ B12 ഉണ്ടാവുന്നുണ്ട്. അതിനെ അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ വൈറ്റമിൻ B12 കൊടുക്കുക പിന്നീട് പ്രഗ്നൻസിക്ക് മുമ്പായിട്ട്. അതുപോലെ പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ പിന്നീട് പല സ്ത്രീകളിലും ഇതുണ്ട്. നമ്മളുടെ വേറെ എന്തോ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവം അല്ല അത്. അവര് തൈറോയിഡ്, പല സ്ത്രീകളിൽ ഹൈപ്പോ തൈറോയിഡിസോ ഹൈപ്പർ തൈറോയിഡിസോ ഒക്കെ ഉണ്ട്. അത് പലപ്പോഴും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു. അതിനെ ഈ അഡ്രസ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇതിലൊക്കെ വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റുന്ന അത് നമ്മളുടെ ഫാമിലിയൊക്കെ. ഈ ഫാമിലിയിലല്ലേ സ്ത്രീകൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. പക്ഷെ ഫാമിലിക്ക് മാത്രമല്ല, ഈ അംഗൻവാടി വർക്കേഴ്സും ആശാ വർക്കേഴ്സ്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല. അവര് ഈ പറഞ്ഞ ഒരു സൊസൈറ്റി ആയിട്ട് കമ്മ്യൂണിറ്റി ആയിട്ട് ഡയറക്ട്ലി ബന്ധമുള്ള ആൾക്കാരാണ്. അവരും ഇത്തരത്തിൽ ഇവരുടെ ഈ പറഞ്ഞ സ്ത്രീകളുടെ ഇടയിൽ പ്രൊആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പരിധി വരെ സ്ത്രീകൾ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ അവരുടെ ഈ അനീമിയ പ്രോബ്ലം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതൊരു നാഷണൽ സർവീസ് ആണെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്ന്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കൂടും. ഇന്ത്യയിൽ ഇപ്പം തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി 1,00,000 ലൈവ് ബർത്തിൽ എത്ര അമ്മമാര് മരിക്കുന്നുള്ളതാണ് MMR, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അത് ഇന്ത്യയിൽ ഒരു സമയത്ത് 150 ഒക്കെ ആയിരുന്നു. അതിപ്പോ 93 കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇനിയും കുറയ്ക്കണം, എന്നാലേ SDG നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. SDG എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. യുണൈറ്റഡ് നേഷൻസ് 2030 കൂടി വേൾഡിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ 17 ഗോൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, SDG എന്ന് പറഞ്ഞാൽ. ആ 17 ഗോൾസിൽ ഒരെണ്ണം മെറ്റേണൽ മോർട്ടാലിറ്റി റെഡ്യൂസ് ചെയ്യുക. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എത്രയാണെന്ന് കിട്ടുക. എനിക്ക് തോന്നുന്നു 50 60 അതിനകത്ത് ഉള്ള ഒരു ഫിഗർ ആയിട്ട് കുറയ്ക്കണം. അപ്പോഴേ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഒപ്പം എത്തുള്ളൂ. ഇപ്പൊ ഇന്ത്യ ഇപ്പൊ 93 ആയിട്ട് കുറച്ചുകൊണ്ട് ഇറ്റ് ഈസ് എ വെരി ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫ്രം അറൌണ്ട് 150 160 ആ റേഞ്ചിൽ നിന്ന്. പക്ഷേ സ്റ്റിൽ വി ഹാവ് എ ലോങ് വേ ടു ഗോ ടു മേക്ക് ഇറ്റ് align with SDG goals, sustainable development goals. With that, MMR, IMR is another goal in this sustainable development goals. 17 goals ആണ് ഉള്ളത്. അതിൽ പറഞ്ഞാൽ IMR ആണ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതും കുറയ്ക്കണം. അത് 1000 ലൈവ് ബർത്തോളം ഉണ്ട്. അപ്പൊ അതിൽ എത്ര കുറയ്ക്കണം, എത്രയായിട്ട് അത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. SDG ഗോൾ അത് 1000 നോക്കുന്നത്. ഇത് MMR നോക്കുന്ന 1 lakh ലൈവ് ബർത്ത് ഉണ്ടാകുമ്പോൾ എത്ര അമ്മമാര് മരിക്കുന്നു. മറ്റേത് 1000 ബേബീസ് ജനിക്കുമ്പോൾ അതിൽ എത്ര കുട്ടികൾ മരിക്കുന്നു എന്നുള്ളതാണ് IMR. IMR കേരളമൊക്കെ ഡെവലപ്ഡ് നേഷൻസിനൊപ്പമാണ്. ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകൾ SDG ഗോൾസ് IMR കാര്യത്തിലൊക്കെ അച്ചീവ് ചെയ്തു. പക്ഷെ ബീഹാർ, UP പോലുള്ള സ്റ്റേറ്റുകൾ ഇപ്പോഴും പിന്നോക്കമാണ്. അപ്പൊ ഇതിലെല്ലാത്തിനും നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ അമ്മമാരുടെ ഹെൽത്ത് ആണ് ഏറ്റവും പ്രധാനം. അമ്മമാരാവുന്നതിന് മുമ്പ് അവർ സാധാരണ സ്ത്രീകളായിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഹെൽത്ത് ഓക്കെ ആക്കിയാലേ അവർക്ക് ഈ ഹെൽത്തി ബേബിയെ
റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ, അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള അമ്മമാരായിട്ട് ജീവിക്കാൻ പറ്റൂ, അവർക്ക് MMR IMR പോലുള്ള ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റൂ. അപ്പൊ അതിനുവേണ്ടി നടത്തേണ്ട ഇന്റർവെൻഷൻസ് ആണ് ഈ ഇതിൽ പറയുന്നത്. പിന്നെ ഒരുപാട് നല്ല ആർട്ടിക്കിൾസ് ഉണ്ട്, വായിച്ചു നോക്കുക. ആംസ് ഡീൽസ്, ഇന്ത്യ മൂവ്സ് അവേ ഫ്രം റഷ്യ, പാകിസ്ഥാൻ ഫ്രം US എന്നൊക്കെ ഒരു ആർട്ടിക്കിൾ കണ്ടു, വേണമെങ്കിൽ വായിച്ചു നോക്കുക. ഇവിടെ വേറൊരു നല്ല ആർട്ടിക്കിൾ ഉണ്ട്, ഇത് വൈ ആർ ഷുഗർ ബോർഡ്സ് നെസസറി ഇൻ സ്കൂൾസ്. ഇത് നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെന്റ്, നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കുക. സിമ്പിൾ ആണ്, പക്ഷേ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അതിൻ്റെ അകത്തുണ്ട്. സ്കൂളുകളിൽ ഇനി ഷുഗർ ബോർഡ്സ് സ്ഥാപിക്കാൻ പറ്റും. ഷുഗർ ബോർഡ്സ് അത് CBSEയുടെ ഡയറക്റ്റീവ് ആണ്. CBSE സെൻട്രൽ ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ്. CBSE സ്കൂളുകളിൽ മാത്രമേ CBSE ഡയറക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇന്ത്യയുടെ NCPSCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, കുട്ടികളുടെ ബാലാവകാശ കമ്മീഷൻ മലയാളത്തിൽ പറയും NCPSCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അവരും ഇന്ത്യയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞേക്കാം. അതിന് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇല്ല, കൊച്ചുങ്ങളുടെ ഇടയിൽ ടൈപ്പ് 2 ഡയബറ്റീസ് കൂടുന്നു, കുട്ടികളുടെ ഇടയിൽ ടൈപ്പ് 2 ഡയബറ്റീസ് കൂടുന്നു. അത് മെയിൻലി ഷുഗർ ഇൻടേക്ക് ഭയങ്കര കൂടുന്നതുകൊണ്ടാണ്. നമ്മളുടെ എയറേറ്റഡ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, നമ്മളെ ഈ പ്രോസസ്ഡ് ഫുഡ്സ്, ഇതിലെല്ലാം ഷുഗറിന്റെ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. നമുക്ക് ഒരു ദിവസം 25 ഗ്രാംസ് ഷുഗറിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് WHO പറയുന്നത്. 25 ഗ്രാം ഷുഗർ എന്ന് പറഞ്ഞാൽ 6 ടീസ്പൂൺ ആണ്. ഈ 6 ടീസ്പൂൺ പോലും പക്ഷേ ഇന്ത്യൻ കണ്ടീഷനിൽ ചിലപ്പോൾ അത്രയും വേണ്ടായിരിക്കാം. എന്താണ് ഈ പറഞ്ഞത്? ഇന്ത്യൻ കണ്ടീഷനിൽ എത്ര വേണമെന്ന് ഇതുവരെയും FSSAI ആണെന്ന് കണ്ടുപിടിക്കേണ്ട, അവരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. FSSAI എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ ആണ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവർ ഉടനെ ഇപ്പൊ അതിന്റെ ഗൈഡ് ലൈൻസ് ഇംപ്ലിമെന്റ് ചെയ്യും, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതിപ്പോ WHO പറയുന്നത് 25 ഗ്രാം ഷുഗറിൽ കൂടുതൽ ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല, അതായത് 6 സ്പൂൺ. മനസ്സിലായോ? കുട്ടികളിലൊക്കെ അതിന്റെ ഉപയോഗം അതിനേക്കാളും ഭയങ്കര കൂടുതലാണ്. നമ്മള് ചില സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ 100 ഗ്രാം ഇതിൽ പറയുന്നുണ്ട് 25 ഗ്രാം ഷുഗർ ഒക്കെയാണ് ഓരോ 100 ml പിന്നീട് സോഫ്റ്റ് ഡ്രിങ്ക്സുകളിലൊക്കെ ഉള്ളതെന്ന്. അപ്പൊ നമ്മൾ 100 ml അല്ല കുടിക്കുന്നത്, 200 300 ml ആണ് നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെ വരുന്നത്. അപ്പൊ അതിലേക്കുള്ള ഷുഗറിന്റെ കണ്ടന്റ് അപ്പൊ നമുക്ക് ആവശ്യമുള്ള പല മടങ്ങാണ് ഓരോ ദിവസം എടുക്കുന്നത്. കുട്ടികളിൽ വലിയ പ്രോബ്ലം ഉണ്ടാകുന്നു, വലിയവരിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികളിൽ അവയർനെസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷുഗർ ബോർഡ്സ് ഒക്കെ സ്കൂളുകളിൽ സ്ഥാപിക്കാൻ പോകണം. അതെങ്ങനെയാണ് എന്റെ വർക്കിംഗ് എന്നൊക്കെ ഇത് പറയുന്നത്, വായിച്ചു നോക്കുക കേട്ടോ, നല്ലൊരു ആർട്ടിക്കിളാണ്. പിന്നെ മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോ മാവോയിസ്റ്റുകളുടെ കാര്യം കട്ടപ്പോകയാണ്. 2026 മാവോയിസ്റ്റ് പ്രോബ്ലം ഇന്ത്യ തീരുമെന്നാ പറഞ്ഞത്. ആ ഡയറക്ഷനിൽ തന്നെയാണ് ഇന്ത്യ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഛത്തീസ്ഗഡിലൊക്കെ അവരുടെ ബിഗ് ലീഡേഴ്സിനെ ചിലരെയൊക്കെ കില്ല് ചെയ്തു. ഛത്തീസ്ഗഡില്, ജാർഖണ്ഡില് കോബ്ര എന്ന് പറയുന്ന സംഭവം നിങ്ങൾ പഠിച്ചു വെച്ചാണ്. കോബ്ര എന്താണ്? കോബ്ര കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ CRPFന്റെ ഡെഡിക്കേറ്റഡ് വിങ് ആണ് ഇതെന്ന് പറയുന്നത് ഈ മാവോയിസ്റ്റ് പ്രോബ്ലത്തിന് ഫേസ് ചെയ്യാനുള്ള. പിന്നെ മാൽദീവ്സിന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്നലെ ഇന്ത്യയിൽ വന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. മാൽദീവ്സിന്റെ പ്രസിഡന്റ് പേരൊക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു, മുഹമ്മദ് മൊയ്സു. താഴോട്ട് വരുമ്പോ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി US വിസിറ്റ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. വിക്രം മിശ്രി US വിസിറ്റ് ചെയ്യുന്നു. US ഇന്ത്യയായിട്ടുള്ള ബന്ധം ഇടയ്ക്കൊന്ന് ട്രംപിന്റെ ചില ഡയലോഗുകൾ കാരണം ഒന്ന് മോശമാവുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു സന്ദർഭത്തിലാണ് വിക്രം മിശ്രി അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പവൻ കപൂറും പോകുന്നു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ്? അജിത് ഡോവൽ. ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പവൻ കപൂർ. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മണിപ്പൂരിൽ അവിടുത്തെ ഗവർണറിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുന്നു. മണിപ്പൂരിലെ ഗവർണർ ആരാണ്? അജയ് ബല്ല. മണിപ്പൂർ ഈസ് അണ്ടർ പ്രസിഡന്റ്സ് റൂൾ, സോ ഹി ഈസ് ദ ഡിഫാക്ടോ റൂളർ ഓഫ് മണിപ്പൂർ. ഹി ഈസ് റൂളിംഗ് മണിപ്പൂർ ഓൺ ബിഹാഫ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നൗ അജയ് ബല്ലാർ എന്നായി ഇപ്പൊ ആരും ഇവിടെ ഇല്ല കേട്ടോ. അജയ് ബല്ലയാണ് ഗവർണർ ഓഫ് മണിപ്പൂർ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ SC Collegium recommends 3 judges to top court. Supreme Court has a sanctioned strength of 34 judges. Supreme Court has a full strength of 34 judges. But currently, because of retirement, there is only 31 judges. So, Supreme Court Collegium yesterday recommend 3 judges to top court. Vacancies fill ചെയ്യാൻ. What is Supreme Court Collegium? Supreme Court Collegium ആണ് അവിടുത്തെ ജഡ്ജിമാർ ആരാ അവിടെ നിന്ന് തീരുമാനിക്കുന്നത്. അവിടുത്തെ മാത്രമല്ല ഹൈക്കോടതികളിലെ. Collegium എന്ന് പറഞ്ഞാൽ 5 senior most judges including the Chief Justice of India. Chief Justice of India അടങ്ങുന്ന 5 senior most judges of Supreme Court. That is Collegium. അവരാണ് ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് എല്ലാം. പിന്നെ രാജ്യസഭ ഇലക്ഷൻ കുറച്ച് സീറ്റുകൾ. രാജ്യസഭ is the permanent body of India. Indian Parliament has 2
2 വിങ്സ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. ലോക്സഭ ഒരു 5 years കൂടുമ്പോൾ ഡിസോൾവ് ചെയ്ത് വീണ്ടും ഇലക്ഷൻ നടത്തും. രാജ്യസഭ ഇസ് എ പെർമനന്റ് ബോഡി. രാജ്യസഭയിൽ ഓരോ 2 years കൂടുമ്പോഴും 1/3 മെമ്പേഴ്സ് റിട്ടയർ ചെയ്യാണ് ചെയ്യുന്നത്. അവിടത്തേക്ക് ഇലക്ഷൻ നടത്തും. രാജ്യസഭ എം പി ഹാസ് എ ടെന്യൂർ ഓഫ് 6 years. ലോക്സഭ എം പിമാർക്ക് 5 years ഉള്ളൂ. രാജ്യസഭയുടെ വേറൊരു പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്ന് പറയും. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയും, അപ്പർ ഹൗസ് എന്ന് പറയും. പിന്നെ ഈ ന്യൂസുകളൊന്നും വേണ്ട, അതൊക്കെ പൊളിറ്റിക്കൽ കാര്യങ്ങളാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയിൽ കോവിഡ് കുറച്ച് കൂടുന്നുണ്ട്, അതിനെ കുറിച്ച് ന്യൂസ്. വേണ്ട, മഹാരാഷ്ട്രയിലൊക്കെ ഹെവി റെയിൻ. യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ ഇന്ത്യയിലെ ബാംഗ്ലൂരിൽ അവരുടെ ക്യാമ്പസ് തുടങ്ങാൻ പോകണം. ഇനി നമുക്ക് വിദേശത്ത് പോയി പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇന്ത്യയിൽ ഒരുപാട് വിദേശ ഇൻക്ലൂഡിങ് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും വരെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാൻ. കാര്യം എന്ന് വെച്ചാൽ UGC ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. UGC സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ക്യാമ്പസ് ഓഫ് ഫോറിൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ റെഗുലേഷൻ 2023 എന്ന് പറഞ്ഞത്. അത് നിയമം കാണാൻ പഠിക്കേണ്ട ജസ്റ്റ് പറഞ്ഞാണ്. UGC സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ക്യാമ്പസസ് ഓഫ് ഫോറിൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ റെഗുലേഷൻ 2023. ആ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ മികച്ച യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് യൂണിവേഴ്സിറ്റി ലിവർപൂൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവർ ബാംഗ്ലൂരിൽ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ല സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പിള്ളേർക്ക് അവിടെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് UK-ലും ഓസ്ട്രേലിയയിലൊന്നും പോയിട്ട് ആവശ്യമില്ല. ഓക്കെ, ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാന്റെ ഫോട്ടോ ആണിത്. ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് ധർമ്മേന്ദ്ര പ്രധാൻ. പിന്നെ അടുത്ത പേജിൽ പോകുമ്പോ DPIIT, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. DPIIT അതിന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റേണൽ ട്രേഡ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റേണൽ ട്രേഡ്. പിന്നെ ബാക്കിയൊക്കെ ബിസിനസ് ന്യൂസ് ആണ്, പക്ക പ്രൈവറ്റ് ബിസിനസ് കുറിച്ചുള്ള ന്യൂസ്. അത് നമുക്ക് വേണ്ട. പിന്നെ ONGC എന്താണെന്ന് പറഞ്ഞിരിക്കും. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഇന്ത്യയുടെ മഹാരത്ന കമ്പനിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റും ടേൺ ഓവർ ഉള്ള ഗവൺമെന്റ് കമ്പനീസിനെയാണ് മഹാരത്ന കമ്പനീസ് എന്ന് പറയുന്നത്. മോസ്റ്റ് പ്രോഫിറ്റബിൾ കമ്പനീസ് ഇൻ പബ്ലിക് സെക്ടർ എന്നാണ് മഹാരത്ന. അതിന്റെ താഴെ ഉള്ള കമ്പനികൾ നവരത്ന എന്നും അതിന്റെ താഴെ മിനി രത്ന എന്നും പറയും. ONGC is a മഹാരത്ന കമ്പനി, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. നെക്സ്റ്റ് പേജിൽ പോകുമ്പം നിങ്ങൾക്ക് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഫോട്ടോ ആണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ഇമാനുവൽ മാക്രോൺ. പിന്നെ വെനിസ്വേലയുടെ പ്രസിഡന്റിന്റെ ഫോട്ടോ ആണ്. വെനിസ്വേലയുടെ പ്രസിഡന്റ് ആണ് നിക്കോളാസ് മഡൂരോ. അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളാണെങ്കിൽ നിക്കോളാസ് മഡൂരോ. വെനിസ്വേല ഈസ് എ സൗത്ത് അമേരിക്കൻ കൺട്രി. പിന്നെ താഴോട്ട് വരുമ്പോ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം, ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധം. അവിടെ നമ്മൾ എന്താ പറയാ, എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് യൂറോപ്യൻ യൂണിയന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന യൂറോപ്യൻ കമ്മീഷന്റെ ഹെഡ്. യൂറോപ്യൻ യൂണിയൻ അറിയാമല്ലോ, യൂറോപ്പിലെ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. അതിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന യൂറോപ്യൻ കമ്മീഷനാണ്. ആ യൂറോപ്യൻ കമ്മീഷന്റെ ഹെഡാണ് ഉർസുല വോണ്ടർ ലയൻ. അവരുടെ ഫോട്ടോ ഈ കാണുന്നത്. അവർ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ വന്നായിരുന്നു. ഉർസുല വോൺ ഡർ ലയൻ. ഷീ വിസിറ്റഡ് ഇന്ത്യ ഇൻ ദ ലാസ്റ്റ് മന്ത്, മീൻസ് ഏപ്രിലിൽ. പിന്നെ സ്പോർട്സിലേക്ക് വരുമ്പോൾ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകൾ ഇന്നലെ ഞാൻ പറഞ്ഞു, ലാ ലിഗയും സീരിയൊക്കെ, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത പേജിൽ പോകുമ്പോൾ ഫ്രഞ്ച് ഓപ്പൺ സ്റ്റാർട്ടഡ് യെസ്റ്റർഡേ. ഐ ടോൾഡ് യു അബൌട്ട് ഫ്രഞ്ച് ഓപ്പൺ യെസ്റ്റർഡേ. ദർ ആർ 4 great tennis tournaments in the world. They are known as Grand Slam tennis tournaments. In a year, Australian Open will happen first. That is the first Grand Slam tournament of a year. That already finished. Australian Open January നടക്കും. Australian Open is the first Grand Slam tournament in a calendar year. And the second Grand Slam tennis tournament is French Open. That is now going on. Third, next after completion of this French Open, the next third Grand Slam tournament of a calendar year will happen. That is Wimbledon. അത് UK-ലാണ് നടക്കുന്നത്, ഇംഗ്ലണ്ടിലാണ് നടക്കുന്നത്. വിംബിൾഡൺ. നാലാമത്തെ ഒരു വർഷം അവസാനം നടക്കുന്ന US Open. അങ്ങനെ 4 എണ്ണം. Australian Open, French Open, Wimbledon and US Open. These 4 tennis tournaments are known as Grand Slam tennis tournaments. ഇപ്പൊ നടക്കുന്ന ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പണിന്റെ ഏറ്റവും കൂടുതൽ വിൻ ചെയ്തായിരുന്നൊക്കെ പറഞ്ഞു റാഫേൽ നദാലാണ് 14 times. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന വെന്യൂവിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം, റൊളാൻ ഗാരോസ്. ചിലപ്പോൾ ചോദിക്കാം റൊളാൻ ഗാരോസ് ഈസ് അസോസിയേറ്റഡ് ടു വാട്ട് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. റൊളാൻ ഗാരോസ്. നെക്സ്റ്റ് പേജിൽ ഒന്നും ആവശ്യമുള്ളതല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.